ലോക ക്ലാസിക് സാഹിത്യകലാ സൃഷ്ടികളിലെല്ലാം നായകനൊപ്പം അനുവാചക മനസ്സുകളെ ഒപ്പമാനയിക്കുന്ന നായിക കൂടി ഉണ്ടാവാറുണ്ട്. ക്ലാസിക്കുകളുടെ ക്ലാസിക്കായ ഖുർആനിലും വേണമല്ലോ അപ്പോൾ ഒരു നായിക. തീർച്ചയായും വേണം. നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ അതാരാണ് ആ മഹാസ്ത്രീയെന്ന്? അത്ര മുതിർന്ന സ്ത്രീയൊന്നുമല്ല അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ നായിക. ഒരു കൊച്ചു പെൺകുട്ടിയാണ്, മറിയം. മനുഷ്യനായി പിറന്ന ജന്മത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതി അതൊക്കെയല്ലേ? എന്തായിരിക്കും മറിയമിനുള്ള ഇത്രയും വലിയ യോഗ്യത? അള്ളാഹുവിന് ആരെയും എവിടെയും പറയാം, പറയാതിരിക്കാം. അവർ കർമ്മസ്വതന്ത്രനാണ്, അത് വേറെ വിഷയം. പക്ഷെ മറിയമിന്റെ പേരിനെ അനശ്വരമാക്കാൻ അവൻ തീരുമാനിച്ചതിന്റെ പൊരുൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാമല്ലോ. കന്യകയായിരിക്കെ ഒരു പുരുഷസ്പർശവും കൂടാതെ അത്ഭുതകരമായി ഈസാ നബിക്ക് ജന്മമേകാൻ അള്ളാഹു മറിയമിനെ തിരഞ്ഞെടുത്തു. കഥയറിയാത്ത നാട്ടുകാർ അവരെ പറയാത്തൊരു തെറിയും പിന്നെ ബാക്കിയുണ്ടായില്ല. മരണപ്പെട്ട ബാപ്പ ഇമ്രാന് വരെ കിട്ടി പപ്പരാസികളുടെ പണി. കണ്ണീരും പ്രാർത്ഥനയുമായി ഹൃദയം നുറുങ്ങുന്ന വേദനകൾ കടിച്ചിറക്കിയ ആ കൗമാരക്കാരിക്ക് അള്ളാഹു ഒരു സമ്മാനം നൽകി. അവന്റെ മഹാവേദ പുസ്തകത്തിലെ നായിക, ഹീറോയിൻ റോൾ. മറിയം ബീവിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള കിളിവാതിൽ തുറക്കാൻ ശ്രമിച്ചതാണ് പ്രിയരെ. യേശുവിന്റെ മാതാവ് ആരാണെന്ന് സെമിറ്റിക് വേദങ്ങളിലെല്ലാം പറയുന്നുണ്ട്. ഖുർആനിലെ അധ്യായം 19 അതിന്റെ പൂർണ്ണരൂപം. എന്ന മാജിക് പദം കൊണ്ട് തുടങ്ങുന്ന സൂറ ഓതാൻ തന്നെ എന്ത് ചന്തമാണ്. പടച്ചവന് പ്രിയപ്പെട്ട പെൺകുട്ടി അങ്ങിങ്ങ് ഓടിച്ചാടി കളിക്കുന്ന കിലുക്കങ്ങളാണ് അതിനകം നിറയെ.